ഈ ഒരു കവർ കണ്ടോ, ഇത് വെച്ചൊരു ഫ്ലവർ സെറ്റാക്കിയാലോ? ആദ്യം തന്നെ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് മുറിച്ച് മാറ്റുന്നുണ്ട്. ഇനി ഇതുപോലെ ഈക്വൽ സൈഡ്സുള്ള 4 സ്ക്വയർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ കാണുന്ന രീതിക്കൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു ഫ്ലവറാക്കി മാറ്റാം. ഇതുപോലെ കുറച്ചധികം പീസസ് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ നമുക്ക് 4 പീസാണ് ആവശ്യം. ഇനി ഇതാ ഈ കാണുന്ന പോലെ അതിനൊന്ന് മുറിച്ച് മാറ്റിയെടുക്കുന്നുണ്ട്. ഇതുപോലെ മുറിച്ച് മാറ്റിയതിന് ശേഷം ഇതാ ഈ കാണുന്ന രീതിക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത എല്ലാ ഭാഗങ്ങളും നമ്മൾ ഇതുപോലെ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ കട്ട് ചെയ്ത് ഓരോന്നും അതിൻ്റെ ലെയറിനനുസരിച്ച് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. ചെറിയ പോർഷനിൽ നിന്ന് വലിയ പോർഷനിലേക്ക് വരുന്ന രീതിക്കാണ് അറേഞ്ച് ചെയ്യുന്നത്. ഇനി അതൊന്ന് സെക്യൂറായി നിൽക്കാൻ വേണ്ടിയിട്ട് ടാപ്പ് ചുറ്റി കൊടുക്കുന്നുണ്ട്. പൂവ് മാത്രം പോരല്ലോ, ഒരു മൊട്ടും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ലീഫ് ഉണ്ടാക്കേണ്ട മടിക്കേൻ്റെ കയ്യിൽ മുന്നേ ഉള്ള ഒരു ആർട്ടിഫിഷ്യൽ ലീഫ് അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒരു സ്റ്റെമ്മിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഉണ്ടാക്കി വന്നപ്പോൾ ഈ ഫ്ലവർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു കളർ നല്ല ഭംഗിയുണ്ടല്ലേ. ഇതുപോലത്തെ കവറൊന്നും കിട്ടുകയാണെങ്കിൽ വലിച്ചെറിയില്ല കേട്ടോ. നമുക്ക് ഇതുപോലത്തെ അടിപൊളി ഫ്ലവേഴ്സ് ഉണ്ടാക്കാം.